മാർച്ച് 19-ന് നിങ്ങൾ ഏത് സിനിമയ്ക്ക് പോകും? ഈ വർഷം ഹൈലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന 2 പാൻ ഇന്ത്യൻ സിനിമകൾ ക്ലാഷിനെത്തുന്ന ആദ്യ ദിവസമാണത്. കൂടെ ഇങ്ങ് മോളിവുഡിൽ നിന്നുമുണ്ട് ഒരു കോമഡി പടം. ഇതിലേതാകും നിങ്ങളുടെ ആദ്യ ചോയ്സ്? ടോക്സിക്കോ, ദുരന്തറോ, അതോ നമ്മുടെ സ്വന്തം ഷാജി പാപ്പനും പിള്ളേരോ? 4 വർഷത്തിന് ശേഷം യഷ് ബിഗ് സ്ക്രീനിലേക്ക് റീ എൻട്രി നടത്തുന്ന സിനിമയാണ് ടോക്സിക്. ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിലെത്തുന്ന ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സെറ്റിടാൻ മരം മുറിച്ചത് മുതൽ ഇങ്ങ് ടീസർ എത്തിയപ്പോൾ വരെ വിടാതെ പിന്തുടരുന്ന വിമർശനങ്ങളുടെ നടുവിലാണ് ടോക്സിക്. കൊടൂര ആക്ഷനും വയലൻസും ഓഫർ ചെയ്യുന്ന സിനിമയെന്ന് ഓരോ ഗ്ലിംസും സൂചിപ്പിക്കുന്നു. 2 വ്യത്യസ്ത ലുക്കിലെത്തുന്ന യഷ്, കൂടെ 5 നായികമാരും. യഷിന്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസും തന്നെയാകും ടോക്സിക്കിന്റെയും പ്രധാന ആകർഷണം. മുൻപ് പലതവണ റിലീസ് മാറ്റിവെച്ച ചിത്രം മാർച്ച് 19-ന് പുറത്തിറങ്ങുകയാണ്. അത് അഴിച്ചുവിടാൻ പോകുന്ന കോലാഹലങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ദുരന്തർ 2 കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗം 1300 കോടിക്ക് മുകളിൽ നേടി സൂപ്പർ ഹിറ്റായ ചിത്രത്തിന്റെ ബാക്കിക്കായി കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. രൺവീർ സിംഗ് നായകനായ സിനിമയിലെ ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു. ടോക്സിക്കിനൊപ്പം ക്ലാഷിനെത്തുമ്പോൾ ആര് ഹിറ്റടിക്കുമെന്ന ചോദ്യം ബാക്കിയാണെങ്കിലും ദുരന്തറിന് ഷുവർ ഷോട്ട് ഹിറ്റ് സ്റ്റാറ്റസ് നൽകുന്നവരുമുണ്ട്. വൻ പാൻ ഇന്ത്യൻ സിനിമകൾക്കൊപ്പം മലയാളത്തിൽ നിന്ന് റിലീസിനെത്തുകയാണ് മിഥുൻ മാനുവൽ തോമസിന്റെ ആട് 3. 3 വർഷങ്ങൾക്കിപ്പുറം എത്തുന്ന ജയസൂര്യ ചിത്രം. ആദ്യ ഭാഗത്തിന്റെ തിയേറ്ററിക്കൽ പരാജയം, OTT ടെലിവിഷൻ സ്ട്രീമിങ്ങിലൂടെ നേടിയ ഗംഭീര ഫാൻ ബേസ്, ശേഷമെത്തിയ 2ാം ഭാഗം അതിന്റെ ഗ്രാൻഡ് സക്സസ്, ഇപ്പോൾ കോമഡിയിൽ മാത്രം ഒതുങ്ങാതെ ലേശം ഫാന്റസി എലമെന്റ്സും ചേർത്തെത്തുന്ന 3rd പാർട്ട്. പാൻ ഇന്ത്യൻ ബിഗീസിനോടൊപ്പം എത്തുമ്പോഴും പ്രതീക്ഷ നൽകുന്നത് ആ കാസ്റ്റും അത് തന്ന അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റുമാണ്. ഈ വർഷം ഇത്തരത്തിൽ സിനി ഫയൽസിനെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു തീയതി ഉണ്ടാകില്ല. എല്ലാം കാണാൻ കാത്തിരിക്കുന്ന സിനിമകൾ. ഇതിലേതാകും നിങ്ങളുടെ ചോയ്സ്?